ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഞാൻ ഇഫ്താറിന് വേണ്ടിയിട്ട് കുറച്ച് സ്നാക്കും അതുപോലെ തന്നെ റംസാനിൽ നമ്മൾ അടുക്കള ജോലിയുടെ ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടുവെക്കുക. വീഡിയോയിലേക്ക് പോകുമ്പോൾ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ വിലപ്പെട്ട കമൻറ്റ് അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഞാൻ വീഡിയോയിൽ സ്ട്രോബെറി ഫ്രോസൺ ചെയ്ത് വെച്ചിട്ട് കാണുന്നുണ്ടാവും നിങ്ങൾ. അതെന്താണെന്ന് വിചാരിച്ചാൽ നമുക്ക് സ്ട്രോബെറിയൊക്കെ സൂപ്പർ മാർക്കറ്റിൽ ഓഫറിന് കിട്ടുമ്പോൾ ഒരു ഒരു 5-6 പെട്ടിയൊക്കെ വാങ്ങിയിട്ട് അത് കഴുകിയിട്ട് നല്ലോണം ഉണക്കിയിട്ട് ഇതുപോലെ ജിപ്ലോക്ക് ബാഗിലാക്കിയിട്ട് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് പിന്നെ പാൽ വെച്ചിട്ട് അടിച്ചെടുക്കാവുന്നതാണ്. ഓഫറിന് കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഇതുപോലെ ചെയ്ത് വെച്ചാൽ നമുക്ക് നമ്മളെ ഫണ്ടിൻ്റെ കാര്യത്തിൽ കുറച്ച് ലാഭം കിട്ടും നമുക്ക്. അതുപോലെ ഞാൻ ആദ്യം തന്നെ ചെയ്യുന്നത് കുറച്ച് നട്സൊക്കെ വാങ്ങിയിട്ടുണ്ട്. റംസാനിൽ എന്തായാലും എല്ലാവരും നട്സൊക്കെ കഴിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ ഓരോരോ പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പൊടിക്കാനുള്ളതൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. പെരുംജീരകം, കുരുമുളക്, ഗരം മസാല, അതുപോലെ റെഡ് ചില്ലി ക്രഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ എല്ലാം ഞാനൊന്ന് ചൂടാക്കിയിട്ട് തണയാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുറച്ച് സ്നാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുള്ള ഉള്ളിയും ഒന്ന് ചോപ്പറിലിട്ടിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ ചെയ്തത് ഒരു 10-12 തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. റംസാനിൽ ഏറ്റവും കൂടുതൽ നമുക്ക് പണി തോന്നുന്ന ഒരു കാര്യമാണ് തേങ്ങ ചിരണ്ടൽ. അപ്പോൾ ആ തേങ്ങ ഞാൻ ചിരണ്ടിയിട്ട് അതിൻ്റെ അകത്തു നിന്ന് ഒരു 1/4 ഭാഗം പിന്നെ ഒരു പാക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള കുറച്ച് ഭാഗം എടുത്തിട്ട് ഞാനിതുപോലെ തേങ്ങ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. നമ്മൾ ചിക്കൻ കറിയായാലും ബീഫ് കറിയായാലും എന്തുണ്ടാക്കാനും വേണ്ടിയിട്ട് തേങ്ങ വറുക്കണ്ടേ. അപ്പോൾ അത് ഞാനൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ പെരുംജീരകവും കറിവേപ്പിലും ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ വറുക്കാനുള്ള തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വറുത്തെടുക്കുക. ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല. മഞ്ഞൾപ്പൊടി ചേർത്തിട്ടും വറുക്കുന്ന ആളുണ്ട്. അങ്ങനെ ഞാൻ തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. തേങ്ങയെല്ലാം നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും തണിഞ്ഞിട്ടാകുമ്പോൾ നമുക്കൊരു പാക്കറ്റിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. അപ്പോൾ തേങ്ങ ചേർക്കുക, തേങ്ങ വറുത്ത് വെക്കുക, പൊടികളെല്ലാം പൊടിച്ച് വെക്കുക. അതുപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഇഫ്താറിൽ കൂടുതൽ ടൈം നമ്മളെ ഖുർആനോത്തിനും നമസ്കാരത്തിനായിട്ട് മാറ്റി വെക്കാൻ പറ്റും. അല്ലാത്ത പക്ഷം നമുക്ക് മക്കൾ സ്കൂളിലയക്കലും അതുപോലെ തന്നെ വീട്ടിൽ അടിക്കലും വാരലും തുടക്കലൊക്കെ കഴിയുമ്പോഴേക്ക് ഇങ്ങനെ ടൈം പോകും. പിന്നെ ബാക്കിയുള്ള ഫുഡിന് നിൽക്കാനേ നമുക്ക് ടൈം ഉണ്ടാവും. അതുകൊണ്ട് റംസാനിന് മുമ്പ് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചാൽ നമുക്ക് പിന്നെ ഡെയിലി ക്ലീനിങ്ങും അതുപോലെ തന്നെ ഫുഡ് ഉണ്ടാക്കേണ്ട ഒരു പണിയേ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുന്നത്. ഇങ്ങനെ ഞാൻ നേരത്തെ വറുത്ത് മാറ്റി തണിയാൻ വെച്ച പിന്നെ ജീരകം പിന്നെ കുരുമുളകൊക്കെ പൊടിച്ചെടുക്കുന്നുണ്ട്. എല്ലാം പൊടിച്ചിട്ട് ഓരോരോ കുപ്പിയിലാക്കി വെക്കുന്നുണ്ട്. പിന്നെ ഗരം മസാല പൊടിച്ചെടുക്കുക. ഗരം മസാല ഞാൻ കുറച്ച് അധികം പൊടിച്ചെടുക്കുന്നുണ്ട്. അതായത് നമുക്ക് റംസാനിലായാലും സ്നാക്കിനായാലും അതുപോലെ തന്നെ പെരുന്നാളായാലും എന്തിനും ബിരിയാണിക്കും എല്ലാത്തിനും ആവശ്യമുള്ളതുകൊണ്ട് ഇത് കുറച്ചധികം പൊടിച്ചെടുക്കുന്നുണ്ട്. ഗരം മസാല പൊടിക്കുമ്പോൾ ഉലുവ കൂട്ടാത്തവരാണെങ്കിൽ ഉലുവ ചേർക്കാണ്ടാണ് പൊടിച്ചെടുക്കുന്നവരാണെങ്കിൽ എന്തായാലും അതിന് ഗരം മസാല ഉണ്ടാക്കുമ്പോൾ ലാസ്റ്റ് എല്ലാം വറുക്കാൻ നോക്കുമ്പോൾ കുറച്ച് ഒരു 2 ടീസ്പൂൺ ഉലുവ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ കൂടെ തന്നെ ഇട്ട് ചൂടാക്കിയാൽ മതി. എന്നിട്ടൊന്ന് പൊടിച്ച് നോക്ക്. ഗരം മസാലക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും, നല്ല മണം ഉണ്ടാവും. ചില ആൾക്കാരൊന്നും ഉലുവ കൂട്ടാണ്ടാണ് ഗരം മസാല ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി ഉണ്ടാക്കുന്നവർ ഉലുവ ചേർക്കാണ്ട് ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഇനി എന്തായാലും ഒന്ന് ഉലുവ ചേർത്തിട്ട് ഉണ്ടാക്കി നോക്ക്. നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മളെ കടിക്കായാലും അതുപോലെ തന്നെ നമ്മൾ ബിരിയാണിക്കും എന്താണ് നമ്മൾ ഇത് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നത് അതിന് നല്ല മണവും ടേസ്റ്റൊക്കെ ഗരം മസാലക്ക് കൂടുതലായിട്ട് ഉണ്ടാവും. അങ്ങനെ ഞാൻ വെളുത്തുള്ളിയും എല്ലാം പൊടികളെല്ലാം പൊടിച്ചതിന് ശേഷമാണ് വെളുത്തുള്ളിയും ഇഞ്ചിയും പൊടിച്ചെടുക്കുന്നത്. അപ്പം വെളുത്തുള്ളി പേസ്റ്റാക്കാനൊക്കെ എല്ലാവർക്കും അറിയുന്നല്ലേ. വെളുത്തുള്ളി തോല് കളഞ്ഞ് വെള്ളമൊക്കെ വാർന്ന് പോയിട്ടാകുമ്പോൾ അതിൽ കുറച്ച് സൺഫ്ലവർ ഓയിലും ഒരു നല്ല ഉപ്പ് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അതുപോലെ തന്നെ ഇഞ്ചിയും അങ്ങനെ തന്നെയാണ് ഞാൻ പൊടിച്ചത്. അതിന് ശേഷം ഞാൻ ഏലക്ക പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റെഡ് ചില്ലി ക്രഷ് ഉണ്ടാക്കുന്നുണ്ട്.
അങ്ങനെ അതൊക്കെ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ. അങ്ങനെ അതൊക്കെ പൊടിച്ച് മാറ്റിയതിന് ശേഷം ഞാൻ പറഞ്ഞില്ല കുറച്ച് സ്നാക്ക് ഉണ്ടാക്കുന്നുണ്ടെന്ന്. ഞാൻ ചിക്കൻ റോളും കട്ട്ലറ്റാണ് ഇപ്പോൾ ഉണ്ടാക്കി വെക്കുന്നത്. ഇത് നമ്മളാരും അങ്ങനെ സ്നാക്കൊന്നും എണ്ണക്കടികളൊന്നും കഴിക്കില്ല. ഇഫ്താറിന് നമ്മൾ എന്താണ് ഫുഡ് ഉണ്ടാക്കുന്നത് ആ ഫുഡും ഫ്രൂട്ട്സും മാത്രമേ കഴിക്കാറുള്ളൂ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് വന്നാൽ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് കുറച്ച് ചിക്കൻ റോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കട്ട്ലറ്റും ഉണ്ടാക്കുന്നുണ്ട്. ഇത് രണ്ടും ഉണ്ടാക്കി വെച്ചാൽ പിന്നെ ആരെങ്കിലും ഇഫ്താറിന് പെട്ടെന്ന് വരുമോ അങ്ങനെ ഒന്നുള്ള ടെൻഷനൊന്നും വേണ്ട. ഞങ്ങൾക്കും വേണമെങ്കിൽ കുറച്ചെടുത്ത് ഫ്രൈ ചെയ്യുക. അതുപോലെ തന്നെ ഇന്നലെ ഞാൻ അറബിക്ക് തുർക്കിയുടെ ചായ 3 സ്നാക്കിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഏകദേശം നോമ്പ് പകുതിയാകുന്നവരെയുള്ള കടികളൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാ പൊടികളെല്ലാം പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ഡെയിലി ക്ലീനിങ്ങും അതുപോലെ തന്നെ ഡെയിലി ഞങ്ങൾ എന്താണ് ഫുഡ് ഉണ്ടാക്കുന്നത് ആ ഫുഡ് ഉണ്ടാക്കേണ്ട പണിയേ ഞങ്ങൾക്ക് റംദാനിലുള്ളൂ. നിങ്ങൾ ഇങ്ങനെ തന്നെയാണോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റിലൂടെ നിങ്ങൾ പറയുക എന്താണ് നിങ്ങളിങ്ങനെ തന്നെയാണോ അല്ല നിങ്ങളെ രീതി വേറെയാണോ എന്നല്ല നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ഞാനെൻ്റെ റംദാനിന് വേണ്ടിയിട്ട് ഇത്രയൊക്കെയാണ് ചെയ്തു വെച്ചത്. നിങ്ങളെങ്ങനെയാണോ ഇതിലും കൂടുതൽ സ്നാക്കൊക്കെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്നവരാണോ അതല്ല ഇനി വേറെ എന്തെങ്കിലും രീതി ഉണ്ടോയെന്നൊക്കെ ഈ വീഡിയോ കാണുന്ന എന്നെപ്പോലെയുള്ളവരുണ്ടെങ്കിൽ എന്നെപ്പോലെയല്ല വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും നിങ്ങളെ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഇതിനൊരു അഭിപ്രായം ഉണ്ടല്ലോ, ഏത് കാര്യത്തിനും കാണുന്നവർക്കൊരു അഭിപ്രായം ഉണ്ടല്ലോ. ആ അഭിപ്രായം നിങ്ങളെന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്നാലേ എനിക്ക് ഇപ്പം എന്താ പറയുക അറിയാത്തത് നിങ്ങളിലൂടെ എനിക്ക് അറിയാനും പറ്റും. അപ്പോൾ എല്ലാവർക്കും റംദാൻ മുബാറക്ക്. എൻ്റെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു നാളെ നല്ല ഇഫ്താർ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.